2004 പെട്രോളിൻ്റെ വില 33 രൂപ 71 പൈസയായിരുന്നു. 2017 ആയപ്പോൾ 72 രൂപ 26 പൈസയായി. ഇപ്പോഴോ 115 രൂപ 49 പൈസ. ഇതിൽ കേന്ദ്ര സർക്കാർ സ്വീകരിക്കുന്ന സമീപനത്തെ കുറ്റപ്പെടുത്താൻ തയ്യാറാകണ്ടേ? കേന്ദ്ര സർക്കാരിനെ വിമർശിക്കാൻ തയ്യാറാവണ്ടേ? ഈ നിലപാട് സ്വീകരിക്കുന്നത് നമുക്കുണ്ടാക്കുന്ന പ്രയാസങ്ങൾ ശരിയായ രീതിയിൽ ശ്രദ്ധയിൽപ്പെടുത്താൻ തയ്യാറാകണ്ടേ? സർ, നമ്മുടെ പല സംസ്ഥാനങ്ങളിലും LPGക്കുള്ള മൊത്തം വിലയിൽ 57% നികുതി ഇനത്തിലുള്ളതാണ്. ഇതാണ് നാം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം. ഓയിൽ ഇൻഡസ്ട്രീസ് ഡിപ്പാർട്ട്മെൻറ്റ് ആക്ട് പ്രകാരമുള്ള ഒരു സെസ് ഉണ്ട്. അതുപയോഗിച്ച് കേന്ദ്രത്തിന് പ്രൈസ് സ്റ്റെബിലൈസേഷൻ സ്കീം നടപ്പാക്കാനാവില്ലേ? അതിനും തയ്യാറാകാത്ത അവസ്ഥയാണ് കേന്ദ്ര ഗവൺമെൻറ് സ്വീകരിക്കുന്നത്. കഴിഞ്ഞ ബജറ്റിൽ കേന്ദ്രം ഏർപ്പെടുത്തിയ എക്സൈസ് ഡ്യൂട്ടി വർധനയുണ്ട്. അത് ഒഴിവാക്കണമെന്ന് സംസ്ഥാനത്തിന് കേന്ദ്രത്തോട് ആവശ്യപ്പെടാമല്ലോ. ഇവിടെ 30.8% നികുതിയും ലിറ്ററിന് 1 രൂപ എന്ന രീതിയിൽ അഡീഷണൽ സെയിൽസ് ടാക്സും 1% സെസ്സും ലിറ്ററിന് 2 രൂപ നിരക്കിൽ സാമൂഹ്യ സുരക്ഷാ സെസ്സും ഏർപ്പെടുത്തിയിട്ടുണ്ട്. ഇതെല്ലാം പെട്രോളിന് ചുമത്തിയിരിക്കുകയാണ്. ഡീസലിനാണെങ്കിൽ ഇത് 22.76%. അപ്പോൾ ഇതിൽ ഫലപ്രദമായ ഇടപെടൽ സംസ്ഥാനത്തിൻ്റെ ഭാഗത്ത് ഉണ്ടാകേണ്ടതായിട്ടില്ലേ? അപ്പോൾ കഴിഞ്ഞ 2 ആഴ്ച സംഭവിച്ച കാര്യം അദ്ദേഹം തന്നെ, മുഖ്യമന്ത്രി തന്നെ വ്യക്തമാക്കിയിട്ടുണ്ടായി. പെട്രോളിന് 7 രൂപ 35 പൈസയുടെയും ഡീസലിന് 7 രൂപ 53 പൈസയുടെയും വർധനവാണ് ജനങ്ങളുടെ മേൽ അടിച്ചേൽപ്പിച്ചിട്ടുള്ളത്. ഇവിടെ കേന്ദ്ര സർക്കാർ എണ്ണ കമ്പനികൾക്ക് കൊള്ളലാഭമുണ്ടാക്കാൻ ഒത്താശ ചെയ്യുകയാണ്. നിയമസഭാ തെരഞ്ഞെടുപ്പ് നടക്കുമ്പോൾ വില വർദ്ധിപ്പിക്കാതെ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ ഉടനെ വലിയ തോതിൽ വില വർദ്ധിപ്പിക്കുന്ന നടപടിയാണ് കേന്ദ്ര ഗവൺമെൻറ് ഭാഗത്തുനിന്നുണ്ടായിട്ടുള്ളത്. ഇന്ധന വില വർധനവ് രാജ്യത്താകെ അവശ്യ സാധനങ്ങളുടെ രൂക്ഷമായ വിലക്കയറ്റത്തിനാണ് വഴിവെക്കുക. ഇവിടെ കേന്ദ്രം ഇന്ധനവില കൂട്ടുമ്പോഴെല്ലാം അതിൻ്റെ പൂർണ്ണ ഉത്തരവാദിത്വം സംസ്ഥാന സർക്കാരിൻ്റെ മേൽ കെട്ടിവെക്കാനായിരുന്നു ഇപ്പോഴത്തെ മുഖ്യമന്ത്രി അന്ന് പ്രതിപക്ഷ നേതാവിൻ്റെ റോൾ വഹിക്കുമ്പോൾ എടുത്തിരുന്നത്. അത് സംസ്ഥാനം നികുതി കുറച്ചാൽ ജനങ്ങൾക്ക് നേരിട്ട് ആശ്വാസം ലഭിക്കും എന്നുവരെ അന്ന് അദ്ദേഹം പറഞ്ഞു വെച്ചിരുന്നു. സർ, ഇവിടെ ശ്രദ്ധിക്കേണ്ടത് സാധാരണ നിലയിലുള്ള ഒരു വില വർധനവല്ല, അതിരൂക്ഷമായ പ്രതിസന്ധിയാണ് ഉണ്ടായിരിക്കുന്നത്. സർ, ഇന്ധന പ്രതിസന്ധി മൂലം ഹോട്ടൽ റെസ്റ്റോറൻറ്റ് വ്യവസായം തകർച്ചയിലേക്ക് പോയിരിക്കുകയാണ്. വ്യാവസായിക സിലിണ്ടറിൻ്റെ വില കുത്തനെയാണ് കൂട്ടിയിരിക്കുന്നത്. കേരളത്തിൽ 19 കിലോഗ്രാമിൻ്റെ വാണിജ്യ സിലിണ്ടറിൻ്റെ വില 3140 രൂപയാണ്. നേരത്തെ ഇത് 1615 രൂപയായിരുന്നു. നമ്മുടെ സംസ്ഥാനത്തുള്ള 70,000-ഓളം വരുന്ന ഹോട്ടലുകൾ, അവയെല്ലാം വലിയ പ്രതിസന്ധിയിലാണ്. പകുതിയോളം ഹോട്ടലുകൾ അടച്ചുപൂട്ടാൻ നിർബന്ധിതമായിരിക്കുകയാണ്. ബാക്കിയുള്ളവർ മെനു പരിഷ്കരിച്ച് താൽക്കാലികമായി പ്രവർത്തിച്ചു പോരുകയാണ്. ഹോട്ടലുകളിൽ ജോലി ചെയ്യുന്ന ലക്ഷക്കണക്കിന് തൊഴിലാളികൾ ദുരിതത്തിലായിരിക്കുകയാണ്. ഹോട്ടലുകൾ, റെസ്റ്റോറൻറ്റുകൾ, ഇവ മാത്രമല്ല ബേക്കറികൾ, തട്ടുകടകൾ, കാറ്ററിംഗ് സ്ഥാപനങ്ങൾ, ഇവയ്ക്കെല്ലാം ഇന്ധന ചെലവ് വല്ലാതെ ഉയരുകയാണ്. ഇത് ഹോട്ടൽ ഭക്ഷണത്തിൻ്റെ വില വർദ്ധിക്കാനിടയാക്കും. സർ, ഇതും നാട്ടിലെ സാധാരണക്കാരെ വലിയ തോതിൽ പ്രതികൂലമായി ബാധിക്കുന്നതാണ്. ഇതിൻ്റെ ഭാഗമായി തന്നെ ഓർഡിനറി സ്വകാര്യ ബസ്സുകൾ, നമ്മുടെ KSRTC, ഇതെല്ലാം വലിയ പ്രതിസന്ധിയിലാകാനാണ് പോകുന്നത്. പ്രതിദിനം 400 മുതൽ
450 കിലോ ലിറ്റർ വരെ ഡീസൽ ഉപയോഗിക്കുന്ന KSRTCയുടെ സാമ്പത്തിക ഭദ്രതയെ ഈ വില വർധനവ് തകിടം മറിക്കാനാണ് പോകുന്നത്. അന്തർ സംസ്ഥാന ബസ് സർവീസുകൾ ജൂൺ 1 മുതൽ ടിക്കറ്റ് നിരക്കിൽ കുറഞ്ഞത് 100 രൂപയെങ്കിലും വർദ്ധിപ്പിക്കുമെന്ന് പറഞ്ഞു കേൾക്കുന്നുണ്ട്. ഇതിനു പുറമെ പ്രതിദിനം 70 മുതൽ 110 ലിറ്റർ വരെ ഡീസൽ ഉപയോഗിക്കുന്ന സാധാരണ സ്വകാര്യ സ്റ്റേജ് കാരിയറുകൾ അവയും നിരക്ക് വർദ്ധിപ്പിക്കാൻ ഇപ്പോൾ ആവശ്യങ്ങൾ ഉയർത്തിക്കഴിഞ്ഞിട്ടുണ്ട്. സർ, ഇന്ധനവില മാത്രമല്ല, ഓയിൽ, ടയർ ഇവയുടെയെല്ലാം വില വിപണിയിൽ ഇരട്ടിയായി വർദ്ധിച്ചിരിക്കുന്നു. ഗ്രീസിന് മാത്രം കിലോഗ്രാമിന് 60 രൂപയോളം കൂടിയിരിക്കുകയാണ്. ഓട്ടോ ടാക്സി മേഖലയും കടുത്ത പ്രതിസന്ധിയിലായിരിക്കുകയാണ്. സർ, ഈ ഭാരമെല്ലാം വന്ന് വീഴാൻ പോകുന്നത് സാധാരണക്കാരുടെ തലയിലാണ്. സർ, ഇവിടെ 2016 LDF സർക്കാർ അധികാരത്തിൽ വന്നപ്പോൾ പെട്രോൾ ഡീസൽ നികുതി നിരക്ക് കൂട്ടിയിരുന്നില്ല എന്ന കാര്യം ഓർക്കണം. 2018 LDF സർക്കാർ പെട്രോളിൻ്റെയും ഡീസലിൻ്റെയും നികുതി കുറക്കാൻ തയ്യാറായി. അതിൻ്റെ ഭാഗമായി 509 കോടി രൂപയുടെ നികുതി ഇളവ് അന്ന് ജനങ്ങൾക്ക് ഒറ്റയടിക്ക് നൽകുകയും ചെയ്തു. സർ, ഇപ്പോൾ നേരത്തെ പറഞ്ഞ അതേ വാചകത്തിൽ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി നിൽക്കുന്നുണ്ടോ എന്നുള്ളതാണ് സംസ്ഥാനത്തോട് പറയേണ്ടത്. അന്ന് പ്രതിപക്ഷ നേതാവായിരിക്കുമ്പോൾ പറഞ്ഞ കാര്യങ്ങൾ അത് പാലിക്കാൻ ഇപ്പം തയ്യാറുണ്ടോ? അതാണ് വരുന്ന പ്രശ്നം. അതിനാണ് അദ്ദേഹം വിശദീകരണം യഥാർത്ഥം നൽകേണ്ടിയിരുന്നത്. ധവളപത്രം വരുന്നുണ്ടെന്ന് പറഞ്ഞു. അത് വരുമ്പോൾ നമുക്ക് കാണാം. അതിനെക്കുറിച്ച് എന്താണോ പറയാനുള്ളത് ആ ഘട്ടത്തിൽ ഞങ്ങൾ പറഞ്ഞോളാം. ആ ധവളപത്രം എന്ന ഉമ്മാക്കി കാണിച്ച് ഞങ്ങളുടെ വായടപ്പിക്കാൻ ശ്രമിക്കരുത് എന്നാണ് മുഖ്യമന്ത്രിയോട് പറയാനുള്ളത്. സർ, ഇത് സഭ നിർത്തിവെച്ച് ചർച്ച ചെയ്യാൻ തയ്യാറാകാത്ത ഗവൺമെന്റിന്റെ സമീപനത്തിൽ പ്രതിഷേധിച്ചുകൊണ്ട് ഞാനും എൻ്റെ കക്ഷിയും വാക്കൗട്ട് ചെയ്യുകയാണ്. സഭ ബഹിഷ്കരിക്കുകയാണ് പ്രതിപക്ഷം. ധവളപത്രമെന്ന ഉമ്മാക്കി കാട്ടി തങ്ങളെ പേടിപ്പിക്കാൻ ശ്രമിക്കേണ്ട എന്നാണ് പ്രതിപക്ഷ നേതാവ് പിണറായി വിജയൻ പറഞ്ഞത്. വിലക്കയറ്റം സഭ നിർത്തിവെച്ച് ചർച്ച ചെയ്യണമെന്ന പ്രതിപക്ഷത്തിന്റെ ആവശ്യം തള്ളുകയായിരുന്നു സ്പീക്കർ. അതിനുശേഷം മുഖ്യമന്ത്രി സംസാരിച്ചു. അപ്പോഴാണ് ഈ ധവളപത്രം വരുന്നതിനെക്കുറിച്ചുമൊക്കെ അദ്ദേഹം സൂചിപ്പിച്ചത്. അതിന് പിന്നാലെ മുൻ മുഖ്യമന്ത്രി ഇപ്പോഴത്തെ പ്രതിപക്ഷ നേതാവ് പിണറായി വിജയൻ കാര്യങ്ങൾ പറയുകയുണ്ടായി. മുഖ്യമന്ത്രി ഉള്ളറകളിലേക്ക് പോയില്ല, പുറമേ ചില കാര്യങ്ങൾ പറഞ്ഞു പോവുക മാത്രമാണ് ചെയ്തത്. ധവളപത്രം എന്ന ഉമ്മാക്കി കാണിച്ച് തങ്ങളെ പേടിപ്പിക്കാൻ ശ്രമിക്കേണ്ടതില്ല എന്നും പ്രതിപക്ഷ നേതാവ് പിണറായി വിജയൻ പറയുകയാണ്.